ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇപ്പോൾ റാണിപുരം ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അന്നത്തെ ദിവസം തന്നെ ഏകദേശം ഒരു 3 മണി കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ഉച്ചഭക്ഷണവും അല്പം വിശ്രമവും കഴിഞ്ഞ് റാണിപുരം ട്രക്കിംഗ് അത്രമേൽ കഠിനമായ ട്രക്കിംഗ് ആയിരുന്നു. അത് നമ്മുടെ 3 എപ്പിസോഡായിട്ട് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരെല്ലാം പോയി കാണണം. കാരണം റാണിപുരം എപ്പിസോഡ് അത്രയ്ക്കും കഠിനമേറിയ ട്രക്കിംഗ് ആയിരുന്നു. ഞങ്ങളത് എങ്ങനെ സബ്മിറ്റ് ചെയ്തു എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വന്നു നിൽക്കുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. അതെ, കാസർഗോഡിൻ്റെ തന്നെ ഏറ്റവും ബൃഹത്തായ, കേരളത്തിലെ തന്നെ ഏറ്റവും ബൃഹത്തായ ഒരു മനുഷ്യനിർമ്മിതിയിലേക്കാണ്, ബേക്കൽ ഫോർട്ട്. അതായത് റാണിപുരം എന്നതൊരു നാച്ചുറൽ പ്രകൃതിയുടെ സൃഷ്ടിയാണ് എങ്കിൽ ഈ ബേക്കൽ ഫോർട്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ ബേക്കൽ ഫോർട്ട് മനുഷ്യനിർമ്മിതമാണ്. മനുഷ്യനിർമ്മിതമായ ഈ അത്ഭുതം കാസർഗോഡിൻ്റെ ഏറ്റവും പ്രശസ്തമായ ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ഇവിടേക്ക് ഈ കാസർഗോഡൊക്കെ സന്ദർശിക്കാൻ വരുന്നവർ തീർച്ചയായും ബേക്കൽ ഫോർട്ട് കണ്ടിട്ടായിരിക്കും പോവുക. കഴിഞ്ഞ പ്രാവശ്യം കണ്ണൂർ നമ്മൾ വന്നപ്പോൾ കണ്ണൂരിൻ്റെ കാഴ്ചകളോടൊപ്പം ബേക്കൽ ഫോർട്ട് കാണണം എന്ന് വിചാരിച്ചെങ്കിലും നമുക്ക് സാധിച്ചില്ല. ബേക്കൽ ഫോർട്ടിലേക്ക് നമ്മൾ എത്തുമ്പോൾ വിശാലമായ പുൽമൈതാനവും അതിൻ്റെ ഒരു അറ്റത്തായിട്ട് തലയുയർത്തി നിൽക്കുന്ന കോട്ടയുടെ പ്രധാന കവാടവും അതിൻ്റെ മിനാരങ്ങളും ഒക്കെയാണ്. അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ അമ്പരചുംബിയായിട്ട് ദേശീയ പതാക നിൽക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ഇന്നത്തെ ദിവസം വന്നിട്ടുണ്ട്. കയറുന്നതിന് മുമ്പ് ബേക്കൽ കോട്ടയുടെ ചരിത്രത്തെക്കുറിച്ച് ഒരു ചെറിയ കുറച്ച് വാക്കുകൾ പറഞ്ഞിട്ട് നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം. 1650 കേളടിയിലെ ശിവപ്പ നായക ബേക്കലിൽ പണി കഴിപ്പിച്ച കോട്ടയാണ് ഈ ബേക്കൽ കോട്ട. 40 ഏക്കർ, അതായത് 1,60,000 സ്ക്വയർ മീറ്റർ വിസ്തൃതിയിൽ പരന്നു കിടക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിതമായ കോട്ടയാണ് ബേക്കൽ കോട്ട. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ, നമ്മൾ എത്ര സമയമുണ്ടെങ്കിൽ നമുക്ക് ഒരറ്റത്തു നിന്ന് മറ്റൊരറ്റം വരെ എത്തി ഈ കാഴ്ചകളെല്ലാം കാണുവാനായിട്ട്. അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ വിശാലമായ ഗ്രൗണ്ടും അതിൻ്റെ കാര്യങ്ങൾ, കുറേ ഈ വെട്ടുകല്ലിൽ തീർത്ത കട്ടകളൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. കയറുമ്പോൾ തന്നെ ഒരു അമ്പലം, നമുക്ക് ശ്രീ മുഖ്യപ്രാണ ടെമ്പിൾ, ഒരമ്പലം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ നിന്നിട്ട് നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് ബേക്കലിൻ്റെ ചരിത്രമൊക്കെ എഴുതിയിരിക്കുന്ന വലിയ ബോർഡുകൾ നമുക്ക് കാണാം. അതൊക്കെ വായിച്ചിട്ട് പോവുക. കയറി വരുന്നത് ചരിത്രം കൃത്യമായിട്ട് അറിയാൻ പറ്റും. നമുക്ക് കോട്ടയ്ക്കകത്തേക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ വഴിയേ പറയാം. കോട്ടയ്ക്കുള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും നമ്മുടെ മനസ്സിലേക്കും ഒക്കെ ഓടി വരുന്നത് വളരെ വൃത്തിയായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന, വളരെ ഭംഗിയായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന ഒരു അകത്തളമാണ് നമ്മളെ എതിരേൽക്കുക. ഇവിടെ കാസർഗോഡ് വന്നപ്പോൾ നമ്മൾ റാണിപുരം പോലൊരു വനത്തിൽ ചെന്നപ്പോഴും അവിടെ വൃത്തി നമ്മൾ കണ്ടതാണ്. അതുപോലെ ഇവിടെ വന്നപ്പോഴും ഇവിടുത്തെ വൃത്തി വളരെ പ്രശംസനീയമാണെന്ന് തന്നെ പറയാം. കാരണം അത്രയ്ക്കും ഒരു പേപ്പറോ പൊട്ടോ പൊടിയോ ഒന്നും ഇല്ലാതെ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾ ഒരുപക്ഷെ ഈ കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് തന്നെ വിചാരിക്കണം. ഇവിടെ അഴുക്കും ഒക്കെ ഇടുന്നവർക്ക് ഫൈനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ ഇവിടേക്ക് കയറുന്നതിന് പാസ്സുണ്ട്. നമ്മൾ ഇറങ്ങി വരുന്ന ആ ഗേറ്റിന് കയറി വരുന്ന ആ പ്രധാന കവാടത്തിന് എതിർവശത്തായിട്ടാണ് ഇപ്പോൾ പാസ് നൽകുന്നത്. ഞങ്ങളെല്ലാവരും പാസ് എടുത്തിട്ടാണ് കയറുന്നത്. അപ്പം നമ്മൾ ചെറുകെ ഒരറ്റത്തു നിന്നും, കാസർഗോഡ് ബേക്കൽ കോട്ടയുടെ ഒരറ്റത്തു നിന്ന് നമ്മൾ യാത്രയാവുകയാണ്. നമ്മൾ കാഴ്ച കാണാൻ തുടങ്ങുകയാണ്. ഇത് എത്ര നേരം എടുക്കുമെന്ന് എപ്പോൾ തീരുമെന്ന് ഒന്നും പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ വിസ്തൃതി നമുക്കറിയാം. എന്തായാലും ഇവിടെ ഈ എൻഡിൽ തുടങ്ങുന്ന കാഴ്ച അങ്ങ് അപ്പുറത്തായിട്ട് ഏകദേശം ഒരു 40 ഏക്കറിനപ്പുറത്ത് നമുക്ക് കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു നിരീക്ഷണ ഗോപുരത്തിലാണ് അവസാനിക്കുക. അതാണ് ഈ ബേക്കൽ കോട്ടയുടെ എൻഡ്. അവിടെ നിന്നാൽ കാണുന്ന കാഴ്ചകളെല്ലാം കണ്ടിട്ട് മനോഹരമായ ഈ എപ്പിസോഡ് എല്ലാവരും കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. കാഴ്ചകൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ. ഓക്കെ, കാഴ്ചകളിലേക്ക്. ഇത് വീഡിയോ ആണ്. ചാനൽ തന്നെയാണോ ഇത്?
കിളക്കുവാണല്ലോ. ഞാൻ പറയുന്നില്ല പറയാം. കഴിഞ്ഞിട്ട് എടുക്കുമ്പോ സാധനം ഒരുമാതിരി പരന്ന് ചപ്പ. എല്ലാ നാട്ടിലും കോട്ടയ്ക്കുള്ളിലൂടെ നടക്കുമ്പോഴേ നമുക്ക് ഒരു ഇതിൻ്റെ ചരിത്രത്തെക്കുറിച്ചൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എത്രമാത്രം ജീവിതങ്ങൾ പൊലിഞ്ഞു പോയിട്ടുള്ള, എത്രമാത്രം യുദ്ധങ്ങൾ കണ്ടിട്ടുള്ള, ഏതൊക്കെ നാട്ടുരാജാക്കന്മാരുടെ, ഏതൊക്കെ അധിനിവേശക്കാരുടെ ഒക്കെ കാൽപ്പാടുകൾ പതിഞ്ഞിട്ടുള്ള, എത്രയോ ആൾക്കാർ ഇവിടുത്തെ ജയിലുകളിൽ കിടന്ന് ജീവൻ പൊലിഞ്ഞിട്ടുള്ള, എത്രയോ ആൾക്കാരുടെ തല വെട്ടപ്പെട്ടിട്ടുള്ള, എത്രയോ പേരെ തൂക്കിലേറ്റപ്പെട്ടിട്ടുള്ള, അങ്ങനെ ഒരുപാട് ജീവിതങ്ങൾ ഇവിടെ മരിച്ചും ജീവിച്ചും തീർന്ന ഒരു കോട്ടയാണിത്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ രക്തരൂക്ഷിതമായ പോരാട്ടങ്ങൾ നടന്നിട്ടുള്ള ഒരു കോട്ട കൂടിയാണ് ഈ ബേക്കൽ കോട്ട എന്നുള്ളത്. ഇവിടുത്തെ കാറ്റിന് തന്നെ ചോരയുടെ മണം ഉണ്ടെന്നാണ് ഇപ്പോഴും പറയപ്പെടുന്നത്. കാരണം അത്രയധികം സാധാരണക്കാരും പട്ടാളക്കാരും നാട്ടുരാജാക്കന്മാരും ഒക്കെ ശിരസറ്റ് വീണ ഒരു കോട്ടയാണ്. ഇതിൻ്റെ ചരിത്രം അത്രയും ബൃഹത്താണ്. നമുക്ക് ഇവിടത്തിലേ പോകുമ്പോൾ ഒരുപക്ഷെ നൂറ്റാണ്ടുകൾക്കപ്പുറം നമ്മുടെ നാട് ഏതവസ്ഥയിലായിരുന്നു, ഒരുപക്ഷെ ഒരു നാട്ടുരാജ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അന്നത്തെ നാട്ടുരാജാവ് പണി കഴിപ്പിച്ച ഒരു കോട്ട, വിവിധ ലക്ഷ്യങ്ങളോടുകൂടി പണി കഴിപ്പിച്ച ഒരു കോട്ട. ആ കോട്ടയിലൂടെ നമ്മളിങ്ങനെ നടക്കുമ്പോൾ ആധുനികവൽക്കരണം അല്പമൊക്കെ ആയിട്ടുണ്ട് ഈ കോട്ടയിൽ എന്ന് പറയേണ്ടി വരും. ആധുനികവൽക്കരണം എന്ന് പറയുമ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ കട്ടകൾ കെട്ടി ഉയർത്തിയിട്ടുണ്ട്, ചില സ്ഥലങ്ങളൊക്കെ സേഫ്റ്റി ആയിട്ട് സൂക്ഷിക്കാൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഈ കോട്ടയുടെ പൗരാണികതയോ ഒരു പഴമയോ ഒന്നും നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്നും വേണേൽ പറയാം. പിന്നെ ഇതിൻ്റെ ഭൂപ്രദേശങ്ങളൊക്കെ കുറേ ഭാഗം കാട് പിടിച്ച് കിടക്കുന്നുണ്ട് എങ്കിൽ പോലും കുറേ ഭാഗം ഹൈബ്രിഡ് മാവും തൈകളും അങ്ങനെ തെങ്ങ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ വളരുന്നുണ്ട്. അതൊക്കെ ഇവിടുത്തെ പ്രകൃതിയുടെ ആ ഒരു സ്വച്ഛമായ അവസ്ഥ നിലനിർത്താൻ ഇവിടെ ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. പ്രധാനമായിട്ടും നമുക്കിവിടെ വരുമ്പോഴേ ഇവിടുത്തെ ശുദ്ധവായുവാണ് ഇപ്പോൾ ശ്വസിക്കാൻ നമുക്ക് കിട്ടുക. ഒരു കാലത്ത് കലുഷിതമായ യുദ്ധങ്ങൾ, കലുഷിതമായ അന്തരീക്ഷം, ബാരക്കുകളുടെ ശബ്ദം, തോക്കുകളുടെ ശബ്ദം, പരേഡിൻ്റെ ശബ്ദത്താൽ മുഖരിതമായിരുന്ന ഈ കോട്ട ഇപ്പോൾ ഈ നാട്ടുകാരുടെ കലവില സൗണ്ടുകൾക്കിടയിലൂടെ നൂറുകണക്കിന് ആൾക്കാർ ദിവസവും എത്തി കാഴ്ചകൾ കണ്ട് അത്ഭുതപ്പെട്ട് മടങ്ങിപ്പോകുന്ന ഈ കോട്ട 2007 കാലഘട്ടത്തിലൊക്കെ ഇവിടെ ആധുനികവൽക്കരിക്കപ്പെട്ട ചില പണികളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ കെട്ടിയിരിക്കുന്ന കട്ടകളൊക്കെ പഴമ തോന്നുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ മതിലുകൾ കടലിലേക്ക് അഭിമുഖമായിട്ട് നിൽക്കുന്ന ഈ മതിലുകളുടെ ഇടയിൽ ഒരുപാട് പൊത്തുകളുണ്ട്. അത് നിരീക്ഷിക്കാൻ വേണ്ടി കടലിലേക്ക് നിരീക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പം ഇതെല്ലാം നിരീക്ഷണ ഗോപുരങ്ങൾ തന്നെയാണ്. ശത്രുക്കൾ വരുന്നോ, ശത്രുക്കളെ കോട്ടയെ ആക്രമിക്കാൻ വരുന്നുണ്ടോ എന്നുള്ള നിരീക്ഷണ ഗോപുരങ്ങൾ തന്നെയാണ് ഇവിടെ. ടിപ്പു സുൽത്താൻ ഉൾപ്പെടെ, ബ്രിട്ടീഷ് പട്ടാളം ഉൾപ്പെടെ, പോർച്ചുഗീസുകാർ, അങ്ങനെ നിരവധി വിദേശീയരും സ്വദേശീയരുമായിട്ടുള്ള ഭരണകർത്താക്കൾ ഈ കോട്ടയെ മാറി മാറി ഭരിച്ചിട്ടുണ്ട്, ഈ പ്രദേശത്തെ മാറി മാറി ഭരിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ കോട്ടയുടെ നിയതമായിട്ടുള്ള ഒരു വഴിയിലൂടെ ഒന്നുമല്ല നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഏതിലെയൊക്കെ വഴി കാണുന്നു അതിലെല്ലാം കയറി ഇറങ്ങി തിരിച്ച് വന്നിടത്ത് തന്നെ വന്ന് നിൽക്കുന്നു, വീണ്ടും നമ്മൾ അവിടുന്ന് തിരിച്ചു പോകുന്നു. അങ്ങനെ ഒരു വഴിയാണ് നമ്മൾ ഈ കോട്ടയുടെ എൻഡിലേക്ക് എത്തുവാൻ വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പം കോട്ടയുടെ കാഴ്ചകൾ, കോട്ടയുടെ
ഈ മനോഹരമായ സ്വച്ഛമായ അന്തരീക്ഷത്തിലൂടെയുള്ള നടപ്പ്, അത് ഈ കാസർഗോഡ് വരുന്നവർ അല്ലെങ്കിൽ ഒരു ടൂർ പ്ലാൻ ചെയ്യുന്നവർ ഒരു കാരണവശാലും ബേക്കൽ കോട്ട ഒഴിവാക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇത്രയും ബൃഹത്തായ ചരിത്രം ഉറങ്ങുന്ന ഈ ഒരു സംഗതി, ഈ ഒരു കോട്ട നമ്മൾ കണ്ടിട്ട് പോകണം, കാണുക തന്നെ ചെയ്യണം. നമ്മുടെ കുട്ടികളെല്ലാം വന്ന് കാണണം. അത് അവർക്ക് വലിയൊരു അനുഭവമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ക്യാമറയുടെ ബാറ്ററി ചാർജ് വരുന്നുണ്ട്. ആ കുഞ്ഞതാണ്ട് മഹാതാക്കി ആ കൊത്തിനകത്തോടെ തലയിട്ട വെള്ളിയിലോട്ട്. എന്തോ കുറിപ്പാത് എടാ, ആ കൊച്ചുണ്ടല്ലോ ആണ്ട ഇപ്പുറത്തെ ആ തല കിടത്തയില്ലേ, അതിലോട് തലയിട്ടേക്കുന്ന ആ കുഞ്ഞ് ഭയങ്കര മെനയാ കേട്ടോ. നോക്കി പോകുന്നുണ്ടോ? നിങ്ങൾ ഒപ്പിടല്ലേ കേട്ടല്ലോ. ഇത് ഞാൻ അന്ന് ബോംബെ വന്നപ്പോ ഇറക്കി വെച്ച കല്ലേ. പഴകാൻ വേണ്ടി പഴകിട്ട് കെട്ടാൻ നല്ല കൂടുതൽ ഇറക്കി. കാറ്റ് 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 അവിടെ കല്ലേ വരാം. അപകടമായാലേ അവിടെ തെറ്റും. അത് കടലിൽ ഇറങ്ങി കിടക്കും. കടലിൽ എത്ര വേണേലും ഫ്രണ്ട്സ്, അപ്പം ബേക്കൽ ഫോർട്ടിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഏരിയയിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മൾ ഈ കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു താഴികക്കുടം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ആ മുൻപിലേക്ക് നമ്മൾ പോവുകയാണ്. കടലിപ്പോൾ ഇറങ്ങിക്കിടക്കുകയാണ്.
ഇവിടുത്തെ യാത്ര എന്ന് പറഞ്ഞാൽ ഈ ഈ ഈ ഭാഗം മുഴുവൻ നന്നായിട്ട് ഗാർഡനിങ് ഒക്കെ ചെയ്ത് അലങ്കരിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ കടലിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നൊരു ഫീലിംഗ് ഉണ്ടാകും. ഒരുപക്ഷെ കടൽ കയറി കിടക്കുമ്പോഴൊക്കെ ഈ വഴിയുടെ എൻഡ് വരെയൊക്കെ അടുത്ത് വരെയൊക്കെ കടലെത്താം എന്ന് തോന്നുന്നു. ഇവിടെ ബീച്ചിലേക്കൊന്നും ആർക്കും പ്രവേശനമില്ല. ഈ ബീച്ചിലേക്ക് ആർക്കും പ്രവേശനമില്ല. അവിടേക്ക് ഇറങ്ങുന്നവർക്ക് അവിടെ സെക്യൂരിറ്റി ഉണ്ട്, കൃത്യമായിട്ട് അതിന് ഫൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഒരു ഇതുപോലുള്ള ഒരു സ്ഥലം സന്ദർശിക്കാൻ വരുമ്പോൾ ഇവിടുത്തെ ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണെന്ന് അവർ പറയും. ആ പറയുന്നതനുസരിച്ച് വേണം നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് തിരിച്ചു പോകാൻ. കാരണം അപകടമുള്ള പല സ്ഥലങ്ങളുണ്ട്. ആ അപകടമുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ അധികം നമ്മൾ ഇറങ്ങിപ്പോകാതെ നമ്മൾ അതിൻ്റെ കാഴ്ചകൾ ആസ്വദിക്കുക, സുരക്ഷിതമായിട്ട് നിന്ന് കാഴ്ചകൾ ആസ്വദിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഈ മുൻപിലെ കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് തിരികെ വരാം. പിന്നെ കടൽ ജലമല്ലേ, നമുക്ക് അങ്ങോട്ട് പോകണ്ടേ? പക്ഷെ നമ്മൾ അങ്ങോട്ട് പോയില്ലോ. അങ്ങോട്ടാ പോകുന്നത്. ഈ ക്യാമറയെ അല്ല കൊള്ളും, മറ്റേ ഇത് മാറിയില്ല, മൊഡ്യൂൾ മാറിയില്ല, റെക്കോർഡിങ്
പ്രശ്നമാണ്. ശരിയല്ലേ? മിക്കവാറും എത്ര കിട്ടുന്നത് ഇതിനകത്ത് എത്ര കിട്ടുമെന്ന് എനിക്കൊരു പിടി. എന്തോ അതെ പിന്നല്ല അവിടെ പോകണം എല്ലാ വണ്ടികളും ഫ്രണ്ട്സ്, അപ്പം കോട്ടയ്ക്കുള്ളിലെ കാഴ്ചകൾ അവസാനിപ്പിച്ച് നമ്മൾ വെളിയിൽ വരുമ്പോൾ കോട്ടയ്ക്കുള്ളിലൂടെ നടന്ന ഓരോ നിമിഷവും, കോട്ടയ്ക്കുള്ളിലൂടെ നമ്മൾ കണ്ട കാഴ്ചകൾ, കോട്ടയ്ക്കുള്ളിലെ നെടുവീർപ്പുകൾ, നിശ്വാസങ്ങൾ, ഇതെല്ലാം നമ്മളെ നൂറ്റാണ്ടുകൾ പിന്നിലേക്ക് വഹിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. ഈ കാഴ്ചകൾ എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാഴ്ചകൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം. ഓക്കെ.